ഭരണകൂടം പ്രതിരോധത്തിലാകുമ്പോഴൊക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തെ പേടിപ്പിച്ചു നിർത്തുന്ന പ്രവണത മോദി സർക്കാരുകളുടെ കാലത്ത് പലതവണ നമ്മൾ കണ്ടതാണ്. അതിലേക്ക് ചേർത്ത് വെക്കാൻ ഇന്ന് രണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ സമൻസ് അയച്ചിരിക്കുകയാണ് അസം പോലീസ്. ദ വയർ എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പർക്കുമെതിരെയാണ് സമൻസ്. കാര്യകാരണങ്ങൾ വിശദീകരിച്ചിട്ടില്ല. നിങ്ങളെന്തോ രാജ്യദ്രോഹ കുറ്റം ചെയ്തു, അതുകൊണ്ട് സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ് ഉത്തരവ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രതിരോധ അറ്റാഷെ നടത്തിയ ഒരു പ്രസ്താവന ഒരു വാർത്തയായി നൽകിയതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സമൻസ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇനി ആരും കൂടുതൽ സംസാരിക്കരുത്, വാർത്തകളും നൽകരുത് എന്ന മുന്നറിയിപ്പാണോ ഈ നടപടിയിലൂടെ കേന്ദ്രവും പോലീസും നടത്തുന്നത് എന്നതാണ് ചോദ്യം. എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്? എന്താണ് സമൻസ്? ആർക്കെതിരെയാണ് സമൻസ്? ഇങ്ങനെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ ഈ രീതിയിൽ രാജ്യദ്രോഹ കാർഡിറക്കിയ മുൻകാല സംഭവങ്ങളിലൂടെയും നമുക്കൊന്ന് കടന്നു പോകാം. മാധ്യമ സ്വാതന്ത്ര്യത്തിന് രാജ്യദ്രോഹ കടിഞ്ഞാണോ എന്നതാണ് ചോദ്യം. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പറും ദ വയർ എന്ന അവരുടെ മാധ്യമ സ്ഥാപനവും. സിദ്ധാർത്ഥ് വരദരാജൻ അമേരിക്കയിൽ കൂടി പൗരത്വമുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ദ ഹിന്ദുവിന്റെ എഡിറ്ററായിരുന്നു 2013 വരെ. അതിനു മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളിലൊക്കെ സുപ്രധാന പദവിയിലിരുന്ന സിദ്ധാർത്ഥ് വരദരാജനും സുഹൃത്തുക്കളും ചേർന്നാണ് പിന്നീട് ദ വയർ എന്ന ന്യൂസ് പോർട്ടൽ തുടങ്ങിയത്. ഇപ്പോൾ ദ വയറിന്റെ എഡിറ്ററാണ് അദ്ദേഹം. ഇനി കരൺ ഥാപ്പറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ശ്രീനഗറിൽ ജനിച്ച കരൺ ഥാപ്പർ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. CNN IBNലെ അവതാരകനായിരുന്നു. വലിയ പോപ്പുലാരിറ്റി ഉള്ള ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥ് വരദരാജനൊപ്പം ദ വയറിൽ പ്രവർത്തിക്കുന്നു. ശരി, ഇനി എന്താണ് ഇന്നുണ്ടായത്? അസം പോലീസാണ് ഓഗസ്റ്റ് 14 ഒരു സമൻസ് അയച്ചിരിക്കുന്നത്. 22 ഹാജരാകണം എന്നാണ് ഉത്തരവ്, ഇല്ലെങ്കിൽ അറസ്റ്റ്. ഓഗസ്റ്റ് 14 ഗുവാഹത്തി പോലീസാണ് സമൻസ് അയച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണം. സിദ്ധാർത്ഥ് വരദരാജന് ഓഗസ്റ്റ് 14 സമൻസ് കിട്ടിയത്. കരൺ ഥാപ്പർക്ക് ഇന്നലെയും സമൻസ് കിട്ടി. 22, അതായത് ഓഗസ്റ്റ് 22 ഹാജരാകണം. ഹാജരായിട്ടില്ലെങ്കിൽ അറസ്റ്റ് എന്നതാണ് ഉത്തരവ്. കേസ് വിവരങ്ങൾ അവ്യക്തം. എന്തിനാണ് ഈ ഹാജരാകാൻ പറഞ്ഞത്, എന്താണ് തങ്ങൾക്ക് നേരെയുള്ള കുറ്റം എന്ന് ആ സമൻസിൽ എവിടെയും പറയുന്നില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് FIRലും വ്യക്തമാക്കിയിട്ടില്ല. ആരോപിക്കപ്പെട്ട കുറ്റകൃത്യത്തിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. FIRന്റെ തീയതിയില്ല, പകർപ്പും സമൻസിലില്ല. ഇരുവർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താനുള്ള കാരണമുണ്ട്. ആയതുകൊണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിപ്പിലുള്ളത്. ജൂലൈ 11 ഒരു FIR ഉണ്ട്. സുപ്രീം കോടതിയുടെ ഒരു സംരക്ഷണവും അക്കാര്യത്തിലുണ്ട്. രാഷ്ട്രീയ നേതൃത്വം, അതിലേക്കാണ് വരുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് ഇന്ത്യൻ ഡിഫൻസ് അറ്റാഷെ വിദേശത്ത് വെച്ച് നടത്തിയ ഒരു പ്രസ്താവന ദ വയർ എന്ന മാധ്യമ സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. ഈ റിപ്പോർട്ടിനെതിരെ ഒരു BJP പ്രവർത്തകൻ വരദരാജനെതിരെയും അതിലെ മറ്റു സ്ഥാപനത്തിലെ ദ വയർ എന്ന സ്ഥാപനത്തിലെ മറ്റു മേധാവികൾക്കുമെതിരെ അസമിലെ മൊറിഗോൺ സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ അസം പോലീസിന്റെ നടപടികളിൽ നിന്ന് സിദ്ധാർത്ഥ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതി ഒരു നോട്ടീസും അയച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നത്തെ സമൻസ് വന്നിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. ഇനി പുനഃസ്ഥാപിക്കപ്പെട്ട രാജ്യദ്രോഹ വകുപ്പ് 7 വകുപ്പുകളാണ് നിലവിൽ ഇവർക്കെതിരെ, ഈ സിദ്ധാർത്ഥ് വരദരാജനെതിരെയും കരൺ ഥാപ്പർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. BNS 152, 166, 353 ഉൾപ്പെടെയുള്ള വകുപ്പുകളെല്ലാം അതിലുണ്ട്. അതിൽ പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു രാജ്യദ്രോഹ വകുപ്പിന്റെ കാര്യത്തിലേക്കാണ് നമ്മൾ ഇനി വിശദമായി വരുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 152, 196, 353, 45, 61 എന്നീ വകുപ്പുകളൊക്കെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ പുനഃസ്ഥാപിക്കപ്പെട്ട വകുപ്പിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അത് BNS 152 ആണ്. ആ BNS 152വിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, രാജ്യദ്രോഹത്തിന്റെ പേരിൽ ഭരണകൂട ഭീകരത അടിച്ചേൽപ്പിക്കുന്നുവെന്ന വിമർശനം ഉയരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തൊരു വകുപ്പാണത്. അതിപ്പോൾ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് പുനർനാമകരണം ചെയ്ത് വന്നിരിക്കുന്നു. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾ കുറ്റകരമാണെന്നാണ് ഈ വകുപ്പ് പറയുന്നത്. ഇനി അപ്പോ ഈ വകുപ്പ് അനുസരിച്ച് 7ഓളം BNSലെ വകുപ്പുകൾ അനുസരിച്ചാണ് ഇവർക്കെതിരെ സമൻസ് അയച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഭരണകൂടം ഏതൊക്കെ സമയത്ത് പ്രതിസന്ധിയിലാകുന്നോ ആ സമയങ്ങളിലെല്ലാം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ വരാറുണ്ട്.
ഈ 1ഉം 2ഉം ഒപ്പം ഇപ്പോഴുള്ള 3ഉം മോദി സർക്കാരിന്റെ കാലത്ത് ഈ പ്രവണത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതിലേക്ക് ചേർത്ത് വെക്കാനുള്ള 2 ഇൻസ്റ്റൻസ് ആണ് ഇപ്പോൾ ഈ സിദ്ധാർത്ഥ് വരദരാജനെതിരെയും ഒപ്പം കരൺ താപ്പർക്കെതിരെയും വന്നിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഭരണകൂടത്തിന്റെ ഈ രീതിയിലുള്ള കടന്നുകയറ്റം വന്നിട്ടുള്ള ഒരു 7 മുൻകാല സംഭവങ്ങളിലേക്ക് കൂടി വളരെ വേഗത്തിൽ ഒന്ന് പോയി വരികയാണ്. ഇതിനു മുമ്പ് ഇതേപോലെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ചില മാധ്യമപ്രവർത്തകരിലേക്ക് കൂടി നമ്മൾ പോകുന്നു. ഒരാൾ പ്രബീർ പുരക്കാസ്തയാണ്. 2023 അദ്ദേഹത്തിനെതിരെ ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. ചൈനീസ് പ്രചാരണത്തിന് വേണ്ടി ഫണ്ടിംഗ് സ്വീകരിച്ചുവെന്ന ആരോപണത്തിന്റെ പുറത്താണ് 2023 ന്യൂസ് ക്ലിക്ക് എഡിറ്ററായ പ്രബീർ പുരക്കാസ്തയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റവുമൊപ്പം UAPAയും ചുമത്തപ്പെട്ടത്. ഇനി എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ 2023 മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വസ്തുതാന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയിലെ അംഗങ്ങളായ സീമ മുസ്തഫ, ഭരത് ഭൂഷൺ, സഞ്ജയ് കപൂർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. രാജ്യദ്രോഹത്തിന് പുറമെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കിയെന്ന് ആരോപിച്ചായിരുന്നു അന്ന് നടപടി. ഇനി മറ്റൊരാൾ ഫഹദ് ഷാ 2022 ആ കേസ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം ദി കശ്മീർ വാലയാണ്. ആ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ രാജ്യവിരുദ്ധ ലേഖനങ്ങൾ ദി കശ്മീർ വാല എന്ന അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനത്തിൽ പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ചാണ് രാജ്യദ്രോഹ കുറ്റവും UAPAയും ചുമത്തിയത് അദ്ദേഹത്തിനെതിരെ. ശരി, ഇനി മറ്റൊരാൾ മുഹമ്മദ് സുബൈറാണ്. 2022 കേസ്. ആൾട്ട് ന്യൂസിന്റെ സ്ഥാപക എഡിറ്ററാണ് അദ്ദേഹം. മതവികാരം വ്രണപ്പെടുത്തിയെന്നും രാജ്യദ്രോഹം പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം പങ്കുവെച്ചെന്നും ആരോപിച്ചാണ് 2022 സുബൈറിനെതിരെ UPയിൽ കേസെടുത്തത്. ഇനി അടുത്ത കേസ് സിദ്ദീഖ് കാപ്പൻ. നമുക്കേറെ പരിചിതമായ ഒരു കേസും കൂടിയാണത്. സിദ്ദീഖ് കാപ്പനെതിരെ കേസെടുത്ത 2020 അദ്ദേഹം ഒരു സ്വതന്ത്ര മാധ്യമപ്രവർത്തകനായിരുന്നു. ഹാത്രാസ് റിപ്പോർട്ടിനിടെ രാജ്യദ്രോഹം ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. 2020 UPയിലെ ഹാത്രസിൽ ഒരു ദളിത് പെൺകുട്ടിയുടെ ബലാത്സംഗവും കൊലപാതകവും റിപ്പോർട്ട് ചെയ്യാൻ പോകവെയാണ് സ്വതന്ത്ര മാധ്യമപ്രവർത്തകനും മലയാളിയുമായി സിദ്ദീഖ് കാപ്പനെ UP പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യദ്രോഹ കുറ്റത്തിന് പുറമെ UAPAയും കാപ്പനെതിരെ ചുമത്തുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം, നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം 2023 ഫെബ്രുവരിയിൽ കാപ്പൻ ജയിൽ മോചിതനാകുന്നു. 2022 ഡിസംബറിൽ അലഹാബാദ് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ജയിൽ മോചനം സാധ്യമായത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കേസ് മീഡിയ വണ്ണിനെതിരായ കേസായിരുന്നു. മീഡിയ വൺ വിലക്കായിരുന്നു 2022. അതും സമാനമായ രീതിയിൽ ഉള്ള ഒരു കേസും ആരോപണവുമായിരുന്നു. സമാനമായ രാജ്യദ്രോഹ ഉള്ളടക്കമെന്ന ആരോപണമുയർത്തിയാണ് കേന്ദ്ര സർക്കാർ മീഡിയ വണ്ണിന് വിലക്ക് ഏർപ്പെടുത്തിയത്. പിന്നീട് സുപ്രീം കോടതി ആ വിലക്ക് റദ്ദാക്കുകയും മീഡിയ വണ്ണിന് തുടരാനുള്ള അനുമതി നൽകുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ മാത്രം ഭരണകൂടം എപ്പോഴൊക്കെ പ്രതിസന്ധിയിലാകുന്ന അപ്പോഴൊക്കെ മാധ്യമങ്ങൾക്കെതിരെ ഈ രീതിയിലുള്ള കടന്നുകയറ്റം നടത്തിയ ഭരണകൂട ഭീകരതയുടെ ചില സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായി ഈ സിദ്ധാർത്ഥ് വരദരാജനും കരൺ താപ്പർക്കുമെതിരെയുള്ള സമൻസ് മാറുകയാണ്. ഈ 22 ഹാജരാകണമെന്നാണ് ഇരുവർക്കും ലഭിച്ചിട്ടുള്ള നോട്ടീസ്. ഹാജരായിട്ടില്ലെങ്കിൽ അറസ്റ്റാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി ഈ 2 മാധ്യമപ്രവർത്തകരും ചെയ്യാൻ പോകുന്ന അവരുടെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഡൽഹിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ പ്രശാന്ത് ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത്, കാര്യകാരണങ്ങൾ വ്യക്തമാക്കാതെയാണ് ഇപ്പോൾ ഒരു സമൻസ് ഈ 2 പേർക്കുമെതിരെ അയച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നേരത്തെ വയറിൽ പ്രസിദ്ധീകരിച്ച ഡിഫൻസ് അറ്റാഷയുടെ പ്രസ്താവന തന്നെയായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ഇപ്പോഴത്തെ സമൻസ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലൊരു വ്യക്തതയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സമൻസ് ഗുവാഹത്തി പോലീസിനെ കൊണ്ട് അയപ്പിക്കുന്നതിലൂടെ എന്തായിരിക്കും അസം ഭരണകൂടവും അതുവഴി കേന്ദ്ര ഭരണകൂടവും നൽകുന്ന മുന്നറിയിപ്പ്? അതിനെങ്ങനെയാണ് ഈ 2 മാധ്യമപ്രവർത്തകർ എടുക്കുന്നത്? ഈ വരുന്ന 22-ാം തീയതി അവർ ഹാജരാകാനാണോ സാധ്യത? നമുക്കറിയാം, പല വിഷയങ്ങളിലും മോഡി സർക്കാർ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. അതിലൊന്ന് ഓപ്പറേഷൻ സിന്ദൂറാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നഷ്ടം സംഭവിച്ചോ ഇല്ലയോ, റഫാൽ വിമാനങ്ങൾ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായോ ഇല്ലയോ എന്നതൊക്കെ സംബന്ധിച്ച് വലിയ സംശയങ്ങളും ചർച്ചകളും ഒക്കെ ഉയരുന്നുണ്ട്. അപ്പം ഇതെല്ലാം മൂടി വെക്കാനുള്ള വലിയ ശ്രമം കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ അവർ അതിൽ ശ്രദ്ധ കാട്ടിയിരുന്നു. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ചില പാളിച്ചകൾ വന്നു. ഇൻഡോനേഷ്യയിലെ ഡിഫൻസ് അറ്റാഷ തന്നെ പറഞ്ഞു നമുക്ക് റഫാൽ വിമാനങ്ങൾ
നഷ്ടമായി എന്നത്. അപ്പോൾ അത് പല മാധ്യമങ്ങളും വാർത്തയാക്കി. ആ കൂട്ടത്തിൽ ദ വയർ എന്ന ഓൺലൈൻ പോർട്ടലും അത് വാർത്തയാക്കുകയുണ്ടായി. ഇപ്പോൾ ആ ഒരു വാർത്തയുടെ പേരിലാണ്, അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് ശേഷമാണ് ദ വയർ എന്ന ഓൺലൈൻ പോർട്ടലിന്റെ ഉടമയായിട്ടുള്ള സിദ്ധാർത്ഥ് വരദരാജിനെതിരെയും മുതിർന്ന മാധ്യമപ്രവർത്തകനായ കരൺ താപ്പറിനെതിരെയും അസം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് ഒരു കേസ് ആദ്യമേ എടുത്തിരുന്നു. അപ്പോൾ ആ കേസിനെതിരെ ഈ വയർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവിടെ ഇത്തരം തുടർ നടപടിയിലേക്ക് പോകരുതെന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകുകയും ചെയ്തു. അതായത് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞത് പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ ഈ പറഞ്ഞ രാജ്യദ്രോഹ കുറ്റം എന്നത് ഒരു മാധ്യമ പ്രവർത്തകനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത നൽകി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ സ്റ്റോറി നൽകി എന്നതിൻ്റെ പേരിൽ എടുക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം സുപ്രീം കോടതി അസം സർക്കാരിനും പോലീസിനും നൽകിയിരുന്നു. എന്നാൽ അത് പാലിക്കാതെയാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു കേസിൽ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ അവർ നോട്ടീസ് അയച്ചിരിക്കുന്നത്, അടുത്ത വെള്ളിയാഴ്ച ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വിചിത്രമായ കാര്യം, സാധാരണഗതിയിൽ ഒരു FIR എടുക്കുക, കേസ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ സമൻസ് അയക്കുക എന്നൊക്കെ പറയുമ്പോൾ കേസിൻ്റെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്നത് നിയമത്തിൻ്റെ ഒരു അടിസ്ഥാന പാഠമാണ്. എന്നാൽ അതുപോലും പാലിക്കാതെ, എന്താണ് കേസെന്നോ ആരാണ് പരാതിക്കാരെന്നോ ഒന്നും അറിയിക്കാതെ കേസുണ്ട്, അതുകൊണ്ട് വെള്ളിയാഴ്ച ഹാജരാവണം എന്ന നിർദ്ദേശമാണ് കരൺ താപ്പറിനും സിദ്ധാർത്ഥ് വരദരാജിനും അസം പോലീസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിശ്ചയമായും അത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാനുള്ള ഒരു നീക്കമായി തന്നെ കാണാം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് മാത്രമല്ല, സർക്കാരിനെതിരെ വരുന്ന ഏതൊരു കാര്യമായാലും, അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതിത്വമാകട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടത്തുന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനയാകട്ടെ, അങ്ങനെ തുടങ്ങിയ ഏത് വിഷയമായാലും അതിലെ വസ്തുതകളൊന്നും പുറത്തു വരാതിരിക്കാൻ കേന്ദ്രം ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ വസ്തുതകൾ പുറത്തു വരുന്നത് കേന്ദ്രം ഭയപ്പെടുകയാണ്. നമുക്കറിയാം, മുഖ്യധാര മാധ്യമങ്ങൾ ഏറെക്കുറെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരായി മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ 2014 മുതൽ ആ നിലയിൽ മാറി. ഇപ്പോൾ അതല്ലാതെ നിന്നിരുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളെ BJP തന്നെ വിലക്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ NDTV, എങ്ങനെയാണ് NDTV ഇപ്പോൾ മോദിയുടെ വലങ്കൈയായ അദാനിയുടെ ഉടമസ്ഥതയിലെത്തിയത് എന്ന് നമുക്കറിയാം. ഏതൊക്കെ വിധം NDTVയുടെ ഉടമകളെ മോഡി സർക്കാർ പീഡിപ്പിച്ചു എന്നതും നമ്മുടെ മുന്നിലുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ ഏറെക്കുറെ അവരുടെ നിയന്ത്രണത്തിലായ സാഹചര്യത്തിൽ ഇപ്പോൾ അല്പമെങ്കിലും പ്രതിരോധം തീർക്കുന്നത് ഈ പറയുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ പോർട്ടലുകളും മറ്റുമാണ്. അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് വയർ. നമുക്കറിയാം, ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനം ഉണ്ടായിരുന്നു, ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ടായിരുന്നു. ആ ന്യൂസ് ക്ലിക്കിനെ ഇല്ലാതാക്കാൻ അതിൻ്റെ പ്രൊമോട്ടറെ അടക്കം ജയിലിലടച്ച് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ വയറിനെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. മലയാള മാധ്യമങ്ങൾക്കെതിരെ പോലും ഇത്തരത്തിൽ നീക്കമുണ്ടായി. നമുക്കറിയാം, മീഡിയ വണ്ണിനെതിരെ ഏതുവിധം കേന്ദ്ര സർക്കാർ നീങ്ങിയെന്ന് നമ്മൾ കണ്ടതാണ്. BJP നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റിനെ പോലും വിലക്കുന്ന ഒരു സാഹചര്യം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ കണ്ടതാണ്. ആ സ്ഥാപനം മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ആ വിലക്ക് പിൻവലിക്കപ്പെട്ടത്, അതും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ പല വിധത്തിൽ ഈ സർക്കാരിനെതിരെ സത്യം തുറന്നു പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ വായ മൂടിക്കെട്ടാൻ തുടക്കം മുതൽ മോഡി സർക്കാർ ശ്രമിക്കുകയാണ്. നിലവിൽ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ട് പോലും ഒന്നും രണ്ടും മോഡി സർക്കാരുകൾ എങ്ങനെ നീങ്ങിയോ അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ഈ പറയുന്ന മൂന്നാം മോഡി സർക്കാർ നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ സിദ്ധാർത്ഥ് വരദരാജിനെതിരെയും കരൺ താപ്പറിനെതിരെയുമുള്ള അസം പോലീസിന്റെ നടപടിക്കെതിരെ മാധ്യമ സംഘടനകൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. എഡിറ്റേഴ്സ് ഗിൽഡ് രംഗത്ത് വന്നിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും കൂട്ടായി ഇത്തരം നീക്കങ്ങളെ ചെറുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം സുപ്രീം കോടതി, നമുക്കറിയാം, ഇപ്പോൾ പഴയ IPS ഈ പറഞ്ഞ രാജ്യദ്രോഹ കുറ്റമുണ്ടായിരുന്നു. അത് 2022 സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു വകുപ്പെടുത്ത് ആർക്കുമേലും രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ കേന്ദ്ര സർക്കാരുകൾക്കോ മറ്റ് അധികാര കേന്ദ്രങ്ങൾക്കോ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ BNS വീണ്ടും ഈ പറയുന്ന രാജ്യദ്രോഹ കുറ്റം തിരികെ കയറ്റുകയാണ് മോഡി സർക്കാർ ചെയ്തത്. ആ വകുപ്പ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരായ വേട്ടയാടൽ. അത് പാടില്ല എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും വളരെ ധിക്കാരപരമായി അസമിലെ BJP സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അവരെ വേട്ടയാടാനുള്ള നീക്കമാണ് നടത്തുന്നത്. സ്വാഭാവികമായും കേസ് വീണ്ടും കോടതിയിലെത്തും. കോടതി ഈ വിഷയത്തിൽ കർക്കശ സമീപനം സ്വീകരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. BNS രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടുത്തിയതിനെതിരായി വയർ നൽകിയ ഹർജിയിൽ ഓൾറെഡി കോടതിയുടെ നോട്ടീസ് കേന്ദ്ര സർക്കാരിന് പോയിട്ടുമുണ്ട്. ആ കേസ് കോടതിയുടെ പരിഗണനയിലുണ്ട്. സ്വാഭാവികമായും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാട് സ്വീകരിക്കുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു നിയന്ത്രണത്തിലാണ്. ആ മാധ്യമങ്ങൾ
മാധ്യമങ്ങളിലൊന്നും തന്നെ സർക്കാർ വിരുദ്ധ വാർത്തകൾ സമീപകാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചുരുക്കം ചില ഓൺലൈൻ പോർട്ടലുകളിലും അല്ലെങ്കിൽ ചില പ്രാദേശിക മാധ്യമങ്ങളിലും ഒക്കെയാണ് സർക്കാരിനെതിരായ വാർത്തകൾ വരുന്നത്. അതുപോലും പാടില്ല എന്ന അസഹിഷ്ണുതയാണ് സർക്കാർ പിന്തുടരുന്നത്. അതിന്റെ ഉദാഹരണമാണ് നീക്കം. നമുക്കറിയാം, മാധ്യമപ്രവർത്തകൻ ശ്രീ എം പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇനി കേന്ദ്ര സർക്കാരിനെതിരെ യാതൊരു തരത്തിലുള്ള വാർത്തകളും സംസാരങ്ങളും ഉണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധിയുടെ പുറത്തായിരിക്കാം ഇങ്ങനെ മാധ്യമ പ്രവർത്തനത്തിന് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടുന്ന രീതിയിലുള്ള ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എഡിറ്റേഴ്സ് ഗിൽഡ് അടക്കമുള്ള മാധ്യമ മേഖലയിലെ സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി അസം പോലീസിന്റെ ഈ സമൻസിന് ഹാജരായിട്ടില്ല എങ്കിൽ, രണ്ടുപേരും ഹാജരായിട്ടില്ല എങ്കിൽ എന്തായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ എന്ന് കാത്തിരുന്നു കാണേണ്ടതാണ്.